രണ്ട് മഹാലയനങ്ങൾ ഒരുമിച്ച് നടക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. അതായത് നിലവിൽ മാണി സി കാപ്പനും മാത്യു ടി തോമസും ഒക്കെ ചേർന്നുകൊണ്ട് കൃത്യമായും NCPയുടെ കേരള ഘടകത്തെ വിപുലീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം, അതിലേക്ക് മാത്യു ടി തോമസ് ആകർഷകനായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വളരെ വ്യക്തമായി തന്നെ NCP നേതൃത്വവുമായി ഇണങ്ങി കേരള ഘടകമുണ്ടാക്കി അതിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് പാലായിൽ കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ വിജയിച്ചത്. തിരുവല്ലയിൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലും തൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് തെളിയിച്ച മനുഷ്യനാണ് മാത്യു ടി തോമസ്. തിരുവല്ലക്കാർക്ക് അത്രയേറെ ജനപ്രിയനായതുകൊണ്ട് തന്നെയാണ് ഏത് തരംഗത്തിനിടയിലും മാത്യു ടി തോമസ് ജയിച്ചു കയറുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. മാത്യു ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം 2014 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ സെക്യുലറിന് കോട്ടയത്തൊരു സീറ്റ് ഇടതുപക്ഷം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് കെ മാണി 1,75,000 വോട്ടുകൾക്ക് മാത്യു ടി തോമസിനെ തോൽപ്പിച്ചു. എന്നാൽ മാത്യു ടി തോമസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം ചേരണം എന്ന ആഗ്രഹം മോൻസ് ജോസഫും അതുപോലെ തന്നെ പല നേതാക്കളും എടുത്തു പറഞ്ഞതാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിലാണ് തിരുവല്ല. പത്തനംതിട്ട ജില്ലയിൽ കൂടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ശക്തമായി വിപുലീകരിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളും ഇടയ്ക്ക് തുടങ്ങിയതാണ്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് താൻ തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞാണ് മാത്യു ടി തോമസ് JDSുമായി സഹകരണം തുടർന്നത്. എന്നാൽ JDSൽ അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം മാത്യു ടി തോമസിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൃഷ്ണൻകുട്ടിക്ക് കിട്ടുകയും കൃഷ്ണൻകുട്ടി അല്പന ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുടപിടിക്കും എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നത് പോലെ മന്ത്രിപദത്തിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് മാത്യു ടി തോമസിനെ അള്ളുവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. JDSന്റെ കാര്യം നമുക്കറിയാം. ദേശീയ തലത്തിൽ JDS BJPയുടെ സഖ്യകക്ഷിയാണ്. HD കുമാരസ്വാമി നിലവിൽ കേന്ദ്രമന്ത്രിയാണ്, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ മോദി വാരിക്കോരി കൊടുക്കുന്നത് കർണാടകയിലെ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടെ JDSനെ തകർക്കാൻ, തളർത്താൻ അനുവദിക്കാതെ BJPയോടൊപ്പം നിർത്തുക. JDS എന്ന് പറയുന്നത് ഒരു വലിയ സഖ്യകക്ഷി ഒന്നുമല്ല. BJPയുടെ ഔദാര്യത്തിൽ മാത്രം ചിരാഗ് പാസ്വാനെ പോലെ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ കേരള ഘടകം എന്നത് അതിനേക്കാൾ ദുർബലപ്പെട്ട അണികൾ ഒന്നുമേ ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. വ്യക്തി കേന്ദ്രീകൃതമായി ചില നേതാക്കൾ ഉള്ളത് കൊണ്ട് മാത്രം ഇന്നും, അതും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മാത്രം ചിലർ ജയിച്ചു കയറുന്നു എന്നുള്ളതാണ് JDSന് എടുത്തു പറയാൻ കഴിയുന്ന മേന്മ. അവിടെയാണ് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും JDSലെ അംഗങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും തുടരുന്നത്. എന്നാൽ മാത്യു ടി തോമസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, UDFുമായി സഹകരിക്കേണ്ട സാഹചര്യം വന്നാൽ അത് ആലോചിക്കുക തന്നെ ചെയ്യും. കാരണം ഇടതുപക്ഷത്തിനകത്ത് തനിക്കൊരു വർക്കിംഗ് സ്പേസ് കിട്ടുന്നില്ല എന്ന് ഉറക്കെ പറയാൻ അദ്ദേഹം കാണിച്ച ആർജവം, അത് ശക്തമായി തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാണാം. അതുപോലെ തന്നെയാണ് മറ്റൊരു ലയനമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പിലെ വിമത വിഭാഗവും തമ്മിലുള്ള ലയനം. അത് ജോസഫ് ഗ്രൂപ്പിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.